ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായികതു അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നത്തിൽ ലതീ കുൻതും തുഅദൂൻ. നിശ്ചയം അല്ലാഹുവാണ് ഞങ്ങളുടെ റബ്ബ് എന്ന് പറയുകയും പ്രഖ്യാപിക്കുകയും പിന്നെ ഇസ്തിഖാമത്തോടുകൂടി നിലനിൽക്കുകയും ചെയ്യുന്ന ആളുകൾ അവരുടെ മരണശയ്യയിൽ കിടക്കുന്ന സമയം തതനസ്സലു അലൈഹിമുൽ മലായിക, റഹ്മത്തിന്റെ മലക്കുകൾ അവരിലേക്ക് അവതരിക്കുകയാണ്. എന്നിട്ട് അവരോട് പറയുകയാണ് അല്ലാ തഖാഫു, നിങ്ങൾ പേടിക്കേണ്ടതില്ല. കാരണം കാഴ്ചകൾ പുതിയതാണ്, കേൾവികൾ പുതിയതാണ്, അനുഭവങ്ങൾ പുതിയതാണ്. അതുകൊണ്ട് പേടിയുണ്ട്, ഭയപ്പാടിന്റെ ആവശ്യമില്ല. വലാ തഹ്സനു, നിങ്ങൾ ദുഃഖിക്കേണ്ടതുമില്ല. കാരണം ഭാര്യയെ വിട്ട്, മക്കളെ വിട്ട്, കുടുംബക്കാരെ വിട്ട്, പരിചയക്കാരെ വിട്ട് എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് പോകുകയാണ്. സ്വാഭാവികമായ ദുഃഖം മനുഷ്യന്റെ മനസ്സിലുണ്ടാവും. ആ ദുഃഖവും നിങ്ങൾക്കുണ്ടാകേണ്ടതില്ല. വഅബ്ശിറൂ ബിൽ ജന്നത്തിൽ ലതീ കുൻതും തുഅദൂൻ. ഏതൊരു സ്വർഗത്തെ തൊട്ടാണോ നിങ്ങൾക്ക് വാഗ്ദാനം നൽകപ്പെട്ടത് ആ സ്വർഗം ഓർത്തുകൊണ്ട് നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക. മലക്കുകളുടെ വാക്കുകളാണ്. ഇതാണ് ഒന്നാമത്തെ കാഴ്ച. രണ്ടാമത്തെ കാഴ്ച ഏതാണ്? ഖുർആൻ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വലൗ തറാ ഇദിൽ ളാലിമൂന ഫീ ഗമറാത്തിൽ മൗത്ത് വൽ മലായികതു ബാസിതു ഐദീഹിം അഖ്രിജൂ അൻഫുസകും അൽയൗമ തുജ്സൗന അദാബൽ ഹൂൻ ബിമാ കുൻതും തഖൂലൂന അലല്ലാഹി ഗൈറൽ ഹഖ് വകുൻതും അൻ ആയാതിഹി തസ്തക്ബിറൂൻ. അക്രമകാരികളായ ആളുകൾ മരണത്തെ അഭിമുഖീകരിക്കുമ്പോൾ അവരോട് മലക്കുകൾ ആക്രോശിക്കുകയാണ് ചെയ്യുക. നിങ്ങളുടെ ശരീരത്തെ, നിങ്ങളുടെ ആത്മാക്കളെ നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരിക. അടിയും മിടിയും തൊഴിയും പ്രയാസങ്ങളും ഒക്കെയായി ഈ ദുനിയാവിന്റെ കാഴ്ചകൾ മങ്ങുമ്പോൾ എന്തെന്നില്ലാത്ത പീഡനത്തിന്റെ വലിയ അനുഭവമാണ് അവരുടെ ജീവിതത്തിൽ തുടങ്ങാൻ പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ ഖബർസ്ഥാൻ, നാം ഈ മരണത്തിന് ശേഷം യാത്ര ചെയ്യാൻ പോകുന്ന, ഒരുപാട് നാൾ കിടക്കാൻ പോകുന്ന ഖബർസ്ഥാൻ, നമ്മുടെ ഖബർ, ആ ഖബറിനെ കുറിച്ച് ഓർക്കാനും ആൺകുട്ടികൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ആ ഖബർസ്ഥാൻ പോയി ഒന്ന് സന്ദർശിക്കാനും തയ്യാറാവണം. കാരണം അത് നമുക്ക് തരുന്ന അനുഭവം ചെറുതൊന്നുമല്ല. നിങ്ങൾ ഒരു ദിവസം ഒന്ന് പോയി നോക്കുക, ആരെയും കൂട്ടണ്ട, ഒറ്റക്ക്.